Good morning, students. Last class, we have discussed the topic different types of researches, mainly exploratory research, its objectives, types, etc. Today, we are going to continue the same topic, types of research, in which causal research. Causal research is also known as predictive research, explanatory research, etc. It deals with the why questions. It is used to obtain evidence of cause and effect relationship. It seeks to determine how the dependent variable changes with variation in the independent variable. കോസൽ റിസർച്ച് എന്ന നെയിം തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എന്താണ് ഈ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന്. ഇറ്റ് ട്രൈസ് ടു ഡിറ്റർമിൻ ദ കോസ് അണ്ടർലൈയിങ് എ ഗിവൺ ബിഹേവിയർ. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഹാപ്പൺ ചെയ്യാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ variables, which means how the dependent variable changes with variations in independent variable. For example, the increase in advertising affects an increase in sales volume. In this case, the causal research is concerned with finding the root cause. That means എന്തുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്, അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റഡിയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കോസൽ റിസർച്ച് ഈസ് ആക്ച്വലി ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. സെർട്ടൈൻ ഇഫക്ട്സിൻ്റെ അല്ലെങ്കിൽ റിസൾട്ട്സിൻ്റെ കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ we can predict and control such events, and also we can explain what is happening in that particular situation. In order to determine the causality, it is important to hold the independent variable as constant and then measure the changes in the dependent variables. കോസാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, എന്നിട്ട് ഡിപ്പെൻഡൻറ്റ് വാരിയബിളിൽ വരുന്ന ചേഞ്ചസ് എന്ത് എന്നുള്ളത് മെഷർ ചെയ്യാം. എന്താണ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഡിപ്പെൻഡൻറ്റ് വാരിയബിളും? ദ വാരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഈസ് ടു ബി പ്രെഡിക്റ്റഡ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, ആൻഡ് ദ വാരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസസ് ദ വാല്യൂസ് ഓർ ഈസ് യൂസ്ഡ് ഫോർ പ്രെഡിക്ഷൻ ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഏത് വാരിയബിളാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ വാരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറയും. ഏത് വാരിയബിളിനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ വാരിയബിളിനെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്നും പറയും. ഈ റിസർച്ചിലൂടെ ഒരു റിസർച്ചർ മെയിൻലി എയിം ചെയ്യുന്നത് ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരാനാണ്. വെരി കോംപ്ലക്സ് റിസർച്ചാണ് കോസൽ റിസർച്ച്. ഈ കേസിൽ ഒരു റിസർച്ചറിന് കംപ്ലീറ്റ്ലി ഒരിക്കലും അഷ്വർ ചെയ്യാൻ കഴിയില്ല എന്ത്, വേറെ ഏതെങ്കിലും വാരിയബിൾസ് ഈ കോസൽ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസൽ റിസർച്ച്. ഫസ്റ്റ് വൺ, ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ് അബൌട്ട് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തായിരുന്നു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്? നമ്മളതിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ഈ കേസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് റിസർച്ചാണ്? കോസൽ റിസർച്ച്. സെക്കൻഡ് വൺ, അണ്ടർസ്റ്റാൻഡിങ് വിച്ച് വാരിയബിൾസ് ആർ ദ കോസ് ആൻഡ് വിച്ച് വാരിയബിൾസ് ആർ ദ ഇഫക്റ്റ്. ഏതെല്ലാം വാരിയബിൾസ് ആണ് കോസസ്, അതുപോലെ തന്നെ ഏതെല്ലാം വാരിയബിൾസ് ആണ് ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദെൻ തേർഡ് വൺ, ഡിറ്റർമിനിങ് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസൽ വാരിയബിൾസ് ആൻഡ് ഇഫക്റ്റ് പ്രെഡിക്റ്റഡ്. ദാറ്റ് മീൻസ് കോസൽ വാരിയബിൾസും ഇഫക്ട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച്. Theoretical research is an original type of research, and it is also known as pure research, basic research, or fundamental research.
It is mainly concerned with generalizations and with the formulation of theory. It aims at extension of knowledge. In theoretical research, we cannot directly observe the research object. തിയററ്റിക്കൽ റിസർച്ച് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ റിസർച്ചിൻ്റെ ടോപ്പിക് എന്താണോ അതിനൊരു കൺസെപ്ച്വൽ മോഡൽ ഡിഫൈൻ ചെയ്യാനും അതിനൊരു എക്സ്പ്ലനേഷൻ നൽകാനും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ്. ബെസ്റ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റിസർച്ച് റിലേറ്റിംഗ് ടു പ്യുവർ മാത്തമാറ്റിക്സ് ആൻഡ് റിസർച്ചസ് റിലേറ്റഡ് ടു നാച്ചുറൽ ഫിനോമിന ആൻഡ് റിസർച്ചസ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. ഇതൊക്കെയാണ് മെയിൻലി ഫണ്ടമെൻ്റൽ റിസർച്ചിനുള്ള എക്സാമ്പിൾസ്. അക്കോർഡിംഗ് ടു പോളിൻ വി യങ്, gathering knowledge for knowledge's sake is termed as pure or basic research. സിംപ്ലി പറയുകയാണെങ്കിൽ നോളജ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തിയററ്റിക്കൽ റിസർച്ചിൻ്റെ മെയിൻ എയിം. ദ തിയററ്റിക്കൽ റിസർച്ച് ഈസ് മോർ അൺആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ദ റിസൾട്ട്സ് ആർ ഓൺലി സീൻ ഇൻ ലോങ് ടേം. അതുപോലെ അപ്ലൈഡ് റിസർച്ചിനുള്ളൊരു ഫൗണ്ടേഷനായിട്ടാണ് തിയററ്റിക്കൽ റിസർച്ച് ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി തിയററ്റിക്കൽ റിസർച്ച് ഈസ് ദ സെർച്ച് ഓഫ് ന്യൂ പ്രിൻസിപ്പിൾസ്. പുതിയ പ്രിൻസിപ്പിൾസ് കണ്ടെത്താൻ, അതുപോലെ തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് വെരിഫൈ ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയററ്റിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ദ തിയററ്റിക്കൽ റിസർച്ച് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് സോൾവിങ് എനി പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, which is mainly leads to discovery of new theories and development of existing theories. ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനൊന്നും തന്നെ തിയററ്റിക്കൽ റിസർച്ച് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയ പുതിയ തിയറീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് തിയറീസ് ഫെർദർ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തിയററ്റിക്കൽ റിസർച്ച് മെയിൻലി യൂസ് ചെയ്യുന്നത്. തിയററ്റിക്കൽ റിസർച്ച് അറ്റംപ്റ്റ്സ് ടു ഗ്യാദർ നോളജ് about a phenomena or idea whose conclusions may not have any immediate real world application. മെയിൻലി തിയററ്റിക്കൽ റിസർച്ച് യൂസ് ചെയ്യുന്നത് ഫിലോസഫേഴ്സും തിങ്കേഴ്സും ഒക്കെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ പുതിയ കൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കൺസെപ്റ്റ്സിന് റീഇൻറ്റർപ്രിട്ടേഷൻ നടത്താനെല്ലാം വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് തിയററ്റിക്കൽ റിസർച്ച്. ഫസ്റ്റ് വൺ, it is the basic research related with principles, laws or rules. Already പറഞ്ഞു, പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ്, ലോസ്, റൂൾസ് ഇവയെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി തിയററ്റിക്കൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, എയിം ഓഫ് ദ റിസർച്ച് ഈസ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് നോളജ് ആൻഡ് ട്രൂത്ത്. ദെൻ ഇറ്റ് വെരിഫൈസ് ദ ഓൾഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ വെരിഫൈ ചെയ്യാനും തിയററ്റിക്കൽ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ലേസ് ദ ഫൗണ്ടേഷൻ ഫോർ അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു ബേസ് ആയിട്ട് തിയററ്റിക്കൽ റിസർച്ച് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ഓഫ് എ സയൻസ്. പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതല്ല. തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ പാർട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Next one, it is undertaken for the sake of knowledge without any intention to apply it in practice. Knowledge develop ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എന്ത് യൂസ് ചെയ്യുന്നത്, തിയററ്റിക്കൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻസ് ആൻഡ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് എ തിയറി. ഒരു ജനറലൈസേഷനിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യാനൊക്കെയാണ് തിയററ്റിക്കൽ റിസർച്ച് മെയിൻലി യൂസ് ചെയ്യുന്നത്. Students, that's all for today. See you in next class. Thank you all.